നമ്മൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കൂടുതലും ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും പറയും. അപ്പം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഞാൻ ഒരു 10 സെക്കൻഡ്സ്, ഒരു 10 to 15 സെക്കൻഡ്സ് തരും. അപ്പം ട്രൈ ടു ഗെസ് ഇറ്റ്. ഇനി ആൻസേഴ്സ് പറയണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിടുക. ജസ്റ്റ് ഈ സെഷൻ കുറച്ചുകൂടെ എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So first question, physiology ആണ്. Cerebral aqueduct connects option A, third ventricle with lateral ventricle. Option B, two lateral ventricles. Option C, fourth ventricle with lateral ventricle. And option D, third ventricle with fourth ventricle. So ഇവിടെ cerebral aqueduct ബ്രെയിനത്തെ ഏതൊക്കെ വെൻട്രിക്കിൾസിനെയാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So just ഒന്ന് ആൻസർ ശ്രമിക്കുക. ഇഫ് നോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Alright, so the correct option is option D, third ventricle to fourth ventricle. Cerebral aqueduct ബ്രെയിനിലുള്ള തേർഡ് വെൻട്രിക്കിളിനെയും ഫോർത്ത് വെൻട്രിക്കിളിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഈ സെറിബ്രൽ aqueduct എന്ന് പറയുന്നത് ഈ രണ്ട് വെൻട്രിക്കിൾസും തമ്മിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ തമ്മിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫ്ലോയിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നാരോ ചാനലാണ്. സോ സെറിബ്രൽ aqueduct എന്ന് പറയുന്നത് ബ്രെയിനിന്റെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സർക്കുലേഷൻ സിസ്റ്റം അല്ലെങ്കിൽ CSF സർക്കുലേഷൻ സിസ്റ്റത്തിന്റെ ഒരു മെയിൻ പാർട്ടാണ്. CSF എന്ന് പറയുന്നത് ഒരു ക്ലിയർ വാട്ടറി ഫ്ലൂയിഡ് ആണ്. ഈ ഒരു ഫ്ലൂയിഡിലാണ് നമ്മുടെ ബ്രെയിനിന് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ CSF അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബ്രെയിനിന് പ്രൊട്ടക്ഷനും പിന്നെ കുഷനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ബ്രെയിനിൽ നിന്നുള്ള വേസ്റ്റ് പ്രൊഡക്ട്സിനൊക്കെ റിമൂവ് ചെയ്യുകയും പിന്നെ സ്കള്ളിന്റെ ഉള്ളിൽ ഒരു സ്റ്റേബിൾ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ CSF ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ that is cerebral aqueduct. Third ventricle-നെയും fourth ventricle-നെയാണ് കണക്ട് ചെയ്യുന്നത്. Second question, fibrous deep layer of superficial fascia over the abdomen is option A, Scarpa's fascia, option B, Seiben's fascia, option C, Walde's fascia, and option D, Camper's fascia. അബ്ഡോമിന്റെ മേലെയുള്ള സൂപ്പർഫിഷ്യൽ ഫാസിയന്റെ ഡീപ്പ് ലെയർ അത് ഏതാണെന്നാണ് ചോദിച്ചത്. സൂപ്പർഫിഷ്യൽ ഫാസിയയിലുള്ള താഴത്തെ ലെയർ ഏതാണ്? വിച്ച് ഇസ് ഓവർ ദി അബ്ഡോമൻ. സോ ദി കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇസ് ഓപ്ഷൻ എ, സ്കാർപ്പാസ് ഫാസിയ. സ്കാർപ്പാസ് ഫാസിയ ആണ് ലോവർ അബ്ഡോമിന് മേലെയായിട്ടുള്ള സൂപ്പർഫിഷ്യൽ ഫാസിയന്റെ ലെയർ എന്ന് പറയുന്നത്. സ്കാർപ്പാസ് ഫാസിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെൻസ് മെംബ്രേനിയസ് ലെയർ. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഡെൻസ് മെംബ്രേനസ് ലെയർ ആണ്. സ്കാർപ്പാസ് ഫാസിയ എന്ന് പറയുന്നത് ക്യാമ്പേഴ്സ് ഫാസിയന് താഴെയായിട്ടും എന്നാൽ അബ്ഡോമിനൽ മസിൽസ് അല്ലെങ്കിൽ ലോവർ അബ്ഡോമിനൽ മസിൽസിന് മേലെയായിട്ടും കാണുന്ന ഒരു ലെയർ ആണ്. സോ ഏറ്റവും മേലെ ക്യാമ്പേഴ്സ് ഫാസിയ, തൊട്ട് താഴെ സ്കാർപ്പാസ് ഫാസിയ, അതിനെയും താഴെയായിട്ട് അബ്ഡോമിനൽ മസിൽസ്. സ്കാർപ്പാസ് ഫാസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനൽ വാളിന് കുറച്ച് സപ്പോർട്ടും സ്റ്റെബിലിറ്റിയും കൊടുക്കുക, പിന്നെ അബ്ഡോമിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് മാത്രമല്ല അബ്ഡോമിനൽ മസിൽസിലോട്ട് ബ്ലഡ് വെസൽസിനെയും നെർവ്സിനെയും ഒക്കെ എത്തിക്കുക. ഇതൊക്കെയാണ് സ്കാർപ്പാസ് ഫാസിയന്റെ ഫങ്ഷൻ. സൂപ്പർഫിഷ്യൽ ഫാസിയ എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോഡെർമിസ് അല്ലെങ്കിൽ സബ്ക്യൂട്ടിനസ് ടിഷ്യൂവിന്റെ മറ്റൊരു പേരാണ് സൂപ്പർഫിഷ്യൽ ഫാസിയ. ഇതില് രണ്ട് ലെയേഴ്സ് ആണുള്ളത്, ക്യാമ്പേഴ്സ് ഫാസിയയും സ്കാർപ്പാസ് ഫാസിയയും. So this is the outermost layer of various fascial layers in the body. നമ്മുടെ ബോഡിയിലുള്ള കുറെ ഫാസിയൽ ലെയേഴ്സിന്റെ ഏറ്റവും മേലത്തെ ലെയർ ആണ് സൂപ്പർഫിഷ്യൽ ഫാസിയ. പക്ഷെ അംബിലിക്കസ്, അതായത് നമ്മുടെ പൊക്കിൾ ബെല്ലി ബട്ടൺ ആ റീജിയനിലുള്ള സ്ഥലത്ത് സൂപ്പർഫിഷ്യൽ ഫാസിയ രണ്ട് ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. അവിടെ ബെല്ലി ബട്ടൺ ആ റീജിയൻ അല്ലെങ്കിൽ അംബിലിക്കസ് റീജിയനിൽ സൂപ്പർഫിഷ്യൽ ഫാസിയ എന്ന് പറയുന്ന ഒരു സിംഗിൾ തിൻ ലെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ ഏറ്റവും മേലെ നമുക്ക് ഇത് ഡയഗ്രാം ആണ്. ഏറ്റവും മേലെ സ്കിന്നിന്റെ എപ്പിഡെർമിസ്, താഴെ ഡെർമിസ്, അതിനെയും താഴെയായിട്ട് ഹൈപ്പോഡെർമിസ് അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ഫാസിയ, അതിനെയും താഴെ ഡീപ്പ് ഫാസിയ, പിന്നെയാണ് മസിൽസ് വരുന്നത്.
Next question. Ptosis, squint, and loss of reflexes to light and accommodation is seen in paralysis of option A, optic nerve, option B, oculomotor nerve, option C, trochlear nerve, and option D, trigeminal nerve. ഈ 4 ഓപ്ഷൻസിൽ ഏത് നെർവിന്റെ പാരലിസിസ് കാരണമാണ് ഈ സ്റ്റോസിസ്, സ്ക്വിന്റ്, പിന്നെ ലൈറ്റ് അക്കോമഡേഷനുള്ള റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ നഷ്ടപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So the correct option is option B, oculomotor nerve is also known as the third cranial nerve. Oculomotor nerve ആണ് നമ്മുടെ ഐ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള മസിൽസിലോട്ട്, പിന്നെ ഐലിഡ് എലിവേഷൻ, പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ ഇതിനൊക്കെ സഹായിക്കുന്ന മസിൽസിലോട്ട് നെർവ്സ് കൊടുക്കുന്നത് ഓക്യുലോമോട്ടർ നെർവ്. അപ്പൊ ടോസിസ് എന്ന് പറയുന്നത് അപ്പർ ഐലിഡിന്റെ ഡ്രൂപ്പിംഗ് ആണ്. അപ്പർ ഐലിഡ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നീങ്ങിപ്പോകും. അത് എപ്പോഴും നമുക്ക് മേലോട്ട് ഉയർത്തി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ അപ്പർ ഐലിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിലാണ് ലെവേറ്റർ പാൽപെബ്ര സുപ്പീരിയോറസ് മസിൽ എന്ന് പറയുന്നത്. സോ ഈ അപ്പർ ഐലിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മസിലിലോട്ട് ഓക്യുലോമോട്ടർ നെർവ് പോകുന്നുണ്ട്. അപ്പം ഓക്യുലോമോട്ടർ നെർവ് പാരലൈസ് ആവുമ്പം എന്താണ്, ആ അപ്പർ ഐലിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിലിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ടോസിസ് എന്ന കണ്ടീഷനിലോട്ട് നീങ്ങും. പിന്നെ സ്ക്വിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഐ മൂവ്മെന്റ് കോർഡിനേഷന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മസിൽസ് ഉണ്ട്, എക്സ്ട്രാ ഓക്യുലർ മസിൽസ്. ഈ എക്സ്ട്രാ ഓക്യുലർ മസിൽസിലോട്ടും ഓക്യുലോമോട്ടർ നെർവ് പോകുന്നുണ്ട്. അപ്പം ഓക്യുലോമോട്ടർ നെർവ് പാരലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മസിലിലും പ്രോപ്പറായി വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം സ്ക്വിന്റ് എന്ന കണ്ടീഷനിലോട്ട് പോകും. സ്ക്വിന്റിന് നമ്മൾ സ്ട്രാബിസ്മസ് എന്നും പറയാറുണ്ട്. അതായത് കോങ്കണ്ണ് പോലെ കണ്ണിന്റെ പൊസിഷൻ ശരിക്കും നോർമൽ ആയിട്ടായിരിക്കില്ല, കണ്ണിന്റെ പൊസിഷൻ മാറി. പിന്നെ ലോസ് ഓഫ് ലൈറ്റ് ആൻഡ് അക്കോമഡേഷൻ റിഫ്ലെക്സസ്. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയത്തെ ഏറ്റവും നടുത്ത ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ പ്യൂപ്പിൾ വഴിയാണ് കണ്ണിന്റെ ഉള്ളിലോട്ട് ലൈറ്റ് പോകുന്നത്. ഈ പ്യൂപ്പിളുടെ ഡയമീറ്റർ നമുക്ക് കണ്ണിലോട്ട് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പം ഈ പ്യൂപ്പിലറി കൺസ്ട്രക്ഷന് സഹായിക്കുന്ന ഒരു നെർവ് ആണ് ഓക്യുലോമോട്ടർ നെർവ്. ഈ ഓക്യുലോമോട്ടർ നെർവ് അതോടൊപ്പം തന്നെ നമ്മുടെ ലെൻസിന്റെ ഫോക്കസിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഓക്യുലോമോട്ടർ നെർവ് പാരലൈസ് ആവുമ്പോൾ നമ്മുടെ ലെൻസിന് പ്രോപ്പർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കൂല. അത് കാരണം എന്താണ്, ലൈറ്റ് റിഫ്ലെക്സസ് ഒന്നും കറക്റ്റ് ആയിട്ട് നടക്കൂല. ഫോർത്ത് ക്വസ്റ്റ്യൻ. Which's milk is secreted by option A, mother, option B, newborn, option C, both, and option D, none. Which's milk ആരാണ് സെക്രേറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇഫ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചാറ്റ് ബോക്സിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഓപ്ഷൻസ് ടൈപ്പ് ചെയ്യാം, സോ ദാറ്റ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാം, ആരൊക്കെ ശരിയാക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ലെവൽ എത്രയാണെന്ന് നോക്കാം. വിച്ചസ് മിൽക്ക് സെക്രേറ്റ് ചെയ്യുന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. The correct option is option B, newborn. വിച്ചസ് മിൽക്ക് നമ്മൾ നിയോനേറ്റൽ മിൽക്ക് എന്നും പറയാറുണ്ട്. ഇത് ആക്ച്വലി ന്യൂബോൺ ബേബീസ്, രണ്ട് സെക്സസിലുള്ള ബേബീസും സെക്രേറ്റ് ചെയ്യുന്ന ഒരു മിൽക്കി ഡിസ്ചാർജ് ആണ് വിച്ചസ് മിൽക്ക് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കാൻ കാരണം മദർ അല്ലെങ്കിൽ മദറിന്റെ ഹോർമോൺസ് അല്ലെങ്കിൽ മെറ്റേണൽ ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് പുതിയ ജനിച്ച ശിശുക്കൾ അല്ലെങ്കിൽ ന്യൂ ബോൺസ് കുറച്ച് മിൽക്ക് സെക്രേറ്റ് ചെയ്യുന്നത്. ഇത് നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അധികം ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് സാധാ കുറച്ച് കാലക്രമേണ കുറച്ച് കഴിഞ്ഞാൽ ഇത് നിന്നോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Retinacula are the thickened portions of option A, superficial fascia, option B, deep fascia, C, tendons, and D, muscles. ഇതില് ഈ ഓപ്ഷൻസിൽ റെറ്റിനാക്കുല എന്ന് പറയുന്നത് തിക്കൺ പോർഷൻസ് ആണ്. സോ അത് ഇതിലെ ഏതിലാണ് കാണുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇസ് ഓപ്ഷൻ ബി, ഡീപ് ഫാസിയ. റെറ്റിനാക്കുല ഇസ് ആക്ച്വലി ഡീപ് ഫാസിയന്റെ തിക്കൺഡ് പോർഷൻസ് ആണ്. ഈ റെറ്റിനാക്കുല വെച്ചിട്ടാണ് ടെൻഡൻസിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ബോൺസിനെയും ജോയിന്റ്സിനെയൊക്കെ ടെൻഡൻസ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡീപ് ഫാസിയന്റെ തിക്കൻഡ് ആയിട്ടുള്ള റീജൻസ് ആണ് റെറ്റിനാക്കുല. ഇത് മസിൽസിന്റെ ഭാഗമല്ല, ഡീപ് ഫാസിയന്റെ ഭാഗമാണ്. സോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്.
സൂപ്പർഫിഷ്യൽ ഫാസിയ എന്ന് പറയുന്നത് സ്കിന്നിന് താഴെയായിട്ട് കാണുന്ന ടിഷ്യൂവിന്റെ ഒരു ലെയർ ആണ്. ഇത് ഇവിടെ റെറ്റിനാക്കില കാണുന്നില്ല. പിന്നെ ടെൻഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ബോൺസും മസിൽസും തമ്മിലുള്ള കണക്ഷന്റെ ആ ഭാഗത്തിനാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. പിന്നെ മസിൽസ് എന്ന് പറയുന്നത് നമ്മൾക്ക് മൂവ്മെന്റ് ഒക്കെ സഹായിക്കുന്ന ടിഷ്യൂസ് ആണ്, കൺട്രാക്റ്റഡ് ടിഷ്യൂസ് ആണ് മസിൽസ് എന്ന് പറയുന്നത്. സോ ഡീപ് ഫാസിയയിലാണ് റെറ്റിനാക്കില അല്ലെങ്കിൽ ഈ തിക്കൺ പോർഷൻസ് കാണുന്നത്. സോ ഇത് വീണ്ടും ഫാസിയയുടെ ഡയഗ്രാം ആണ്. ഏറ്റവും മേലെ എപ്പിഡെർമിസ്, ദെൻ ഡെർമിസ്, സൂപ്പർഫിഷ്യൽ ഫാസിയ, താഴെ ഡീപ് ഫാസിയ, പിന്നെയാണ് മസിൽസ് ഉള്ളത്. ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. Bile pigments are formed in option A liver, option B red blood cells അല്ലെങ്കിൽ RBC, option C bone marrow, option D all of the above. ഈ ഓപ്ഷൻസിൽ ബൈൽ പിഗ്മെന്റ്സ് എവിടെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൈ ടു ആൻസർ ഇറ്റ്, വെരി ഈസി, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ ഒരു 5 സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. The correct answer is option A, liver. ലിവറിലാണ് ബൈൽ പിഗ്മെന്റ്സ് ഉണ്ടാകുന്നത്. ബൈൽ പിഗ്മെന്റ്സ് അല്ലെങ്കിൽ ബൈൽ ജ്യൂസ് ഉണ്ടാകുന്നത് ലിവറിലാണ്. എന്നിട്ട് ബൈലില് സെക്രീറ്റ് സ്റ്റോർ ചെയ്ത് വെക്കും. ശരിക്കും ഉണ്ടാക്കുന്നത് ലിവറിലും, എന്നാൽ സ്റ്റോർ ചെയ്യുന്നത് ബൈൽ എന്ന് പറയുന്ന വേറൊരു ഓർഗനിലാണ്. എന്നിട്ട് ഡൈജഷന്റെ സമയത്ത് ബൈലിൽ നിന്നാണ് ഇത് ഡുവഡിനത്തിലോട്ട് അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് റിലീസ് ചെയ്യുന്നത്. RBCs എന്ന് പറയുന്നത് നമുക്കറിയാം, RBC നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഒരു മേജർ സെല്ലാണ്. RBCയിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിൻ വഴിയാണ് ബ്ലഡിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ RBCs ചത്തുപോകുമ്പോൾ അല്ലെങ്കിൽ RBCs ഡായി ഈ ഹീമോഗ്ലോബിൻ, RBCസിൽ കാണുന്ന പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ബൈൽ പിഗ്മെന്റ്സിന്റെ ഒരു കോമ്പണന്റ് ആയി മാറുന്നുണ്ട്. ബട്ട് RBCs അല്ല ബൈൽ പിഗ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. ബൈൽ പിഗ്മെന്റ്സിന്റെ കോമ്പണന്റ് ആയിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബോൺ മാരോയിലാണ് RBCs രൂപപ്പെടുന്നത്. ബൈൽ പിഗ്മെന്റ്സിന്റെ ഫോർമേഷന് ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ല, എന്നാൽ ഓവറോൾ പ്രോസസ്സിൽ ചെറിയൊരു റോൾ ഉണ്ട്. പിന്നെ ഈ ലിവറിലാണ് എന്താണ് ബ്രോക്കൺ ഡൗൺ ചെയ്തുള്ള RBCസിനെ വലിച്ചെടുത്തിട്ട് എന്നിട്ട് അത് ബൈൽ പിഗ്മെന്റ്സ് ആയിട്ട് മാറ്റി എടുക്കുന്നത്. എന്നിട്ട് ബൈൽ വഴിയാണ് ഇവ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ ലിവറിലാണ് ബൈൽ പിഗ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. RBCസിന്റെ ഹീമോഗ്ലോബിൻ ബൈൽ പിഗ്മെന്റ്സ് ഉണ്ടാക്കാനുള്ള ഒരു കോമ്പണന്റ് ആയിട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. Muscles of mastication are supplied by option A facial artery, option B maxillary artery, option C middle meningeal artery, and option D occipital artery. മാസ്റ്റിക്കേഷൻ മസിൽസിന് ഇതിൽ ഏത് ആർട്ടറിയാണ് ബ്ലഡ് വെസൽസ് സപ്ലൈ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇതിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷൻസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കാം. സോ okay, so the muscles of mastication are supplied by option B maxillary artery. maxillary artery ആണ് മാസ്റ്റിക്കേഷൻ മസിൽസിന് വേണ്ടിയിട്ട് ബ്ലഡ് വെസൽസ് കൊടുക്കുന്നത്. മാക്സിലറി ആർട്ടറി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിന്റെ ഒരു ബ്രാഞ്ച് ആണ് മാക്സിലറി ആർട്ടറി. ഇത് നമ്മുടെ മുഖത്തുള്ള ഒത്തിരി മസിൽസിന് ബ്ലഡ് വെസൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ, അതായത് ച്യൂയിങ് മസിൽസ്, നമുക്ക് ചവയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ജോബോണിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ്, പിന്നെ ടീത്ത് ആൻഡ് ഗംസ്, മാക്സിലറി സൈനസ്, നാസൽ കാവിറ്റി, പിന്നെ ഐസ്, ഇവ ഈ റീജിയൻസിലോട്ടൊക്കെ ബ്ലഡ് വെസൽസ് എത്തിക്കുന്നത് മാക്സിലറി ആർട്ടറി ആണ്. ഫേഷ്യൽ ആർട്ടറി എന്ന് പറയുന്നത് കൂടുതലും ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖഭാവങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന മസിൽസും, പിന്നെ സ്കിൻ, പിന്നെ ഫേസിന്റെ മ്യൂക്കസ് മെംബ്രെയിൻസ്, ഇവയിലോട്ടൊക്കെയാണ് ഫേഷ്യൽ ആർട്ടറി ബ്ലഡ് എത്തിക്കുന്നത്. പിന്നെ മിഡിൽ മെനിഞ്ചൽ ആർട്ടറി നമ്മുടെ ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്ത പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ഡ്യൂറ മാറ്ററിലോട്ട് ബ്ലഡ് എത്തിക്കുന്ന ഒരു ആർട്ടറിയാണ് മിഡിൽ മെനിഞ്ചൽ ആർട്ടറി. പിന്നെ ഒക്സിപിറ്റൽ ആർട്ടറി നമ്മുടെ ഹെഡിന്റെ സ്കാൽപ് റീജിയനിലും പിന്നെ ഹെഡിന്റെ ബാക്ക് റീജിയനിലുള്ള മസിൽസിലോട്ടൊക്കെ ബ്ലഡ് എത്തിക്കുന്ന ആർട്ടറിയാണ് ഒക്സിപിറ്റൽ ആർട്ടറി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദി സപ്പോർട്ടിംഗ് സെൽസ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആർ ഓപ്ഷൻ എ
neurons. Option B, hyaline cells. Option C, neuroglia. And option D, Schwann cells. നെർവസ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ഏതാണ് ചോദിച്ചത്. വെരി ഈസി ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിന്തിക്കുക. Alright. So the correct answer, the supporting cells of central nervous system എന്ന് പറയുന്നത് ന്യൂറോഗ്ലിയ ആണ്. ന്യൂറോൺസ് എന്ന് പറയുന്നത് അപ്പം ന്യൂറോഗ്ലിയ ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ സപ്പോർട്ടിംഗ് സെൽസ്. ന്യൂറോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ്. അവർ സപ്പോർട്ടിംഗ് സെൽസ് ആണ്. നെർവസ് സിസ്റ്റത്തിനെ മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നതാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഈ ന്യൂറോൺസ് വഴിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇലക്ട്രിക് സിഗ്നൽസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഹയാലിൻ സെൽസ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം തീരെ റിലേറ്റ് ചെയ്യാത്തൊരു സെൽസ് ആണ് ഹയാലിൻ സെൽസ്. ഇവരെ നമ്മൾ പ്ലാസ്മോസൈറ്റോയിഡ് സെൽസ് എന്നും പറയാറുണ്ട്. ഇവര് നമ്മുടെ മൗത്തിലൊക്കെ അല്ലെങ്കിൽ മൗത്തിലെ പാലറ്റ് റീജിയനിലൊക്കെ ഉള്ള ട്യൂമേഴ്സിൽ കാണുന്ന ഒരു പ്രത്യേകതരം സെൽസ് ആണ് ഹയാലിൻ സെൽസ്. അടുത്തത് ഷ്വാൻ സെൽസ്. സോ ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ സപ്പോർട്ടിംഗ് സെൽസ് ആണ്. ഷ്വാൻ സെൽസ് ആണ് ഈ നെർവ് സെൽസിന്റെ ആക്സോണില് മൈലിൻ ഷീത്ത് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷ്വാൻ സെൽസ് ആണ്. ഇവ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ സപ്പോർട്ടിംഗ് സെൽസ് അല്ല, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ സപ്പോർട്ടിംഗ് സെൽസ് ആണ്. പിന്നെ ന്യൂറോഗ്ലിയനെ നമ്മൾ ഗ്ലയൽ സെൽസ് എന്നും പറയാറുണ്ട്. ദീസ് ആർ ആക്ച്വലി നോൺ ന്യൂറോണൽ സെൽസ് that provide various essential functions for neurons in central nervous system. Central nervous system ഒത്തിരി ഫങ്ഷൻസ് ന്യൂറോഗ്ലിയ പെർഫോം ചെയ്യാറുണ്ട്. ഇവ നോൺ ന്യൂറോണൽ സെൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, caudate antennae are attached to the option A, papillary muscles, option B, atrioventricular valves, option C, both, option D, none. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവയിൽ ഏതിലോട്ടാണ് കോഡേറ്റ് ആന്റിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ബോത്ത്. കോഡേറ്റ് ആന്റിനെ ആക്ച്വലി ദീസ് ആർ തിൻ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന തിൻ ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇവ പാപ്പിലറി മസിൽസിനെയും ഏട്രിയോവെൻട്രിക്കുലർ വാൾസിനെയും കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. സോ ഫിഗറിൽ ഇവിടെ നമുക്ക് ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. ഇവിടെയും ഏട്രിയോവെൻട്രിക്കുലർ വാൾവ് ഉണ്ട്, ഇവിടെയും ഏട്രിയോവെൻട്രിക്കുലർ വാൾവ് ഉണ്ട്. അപ്പം ഏട്രിയോവെൻട്രിക്കുലർ വാൾവിനെയും പിന്നെ ഇങ്ങനെ കുറച്ച് പ്രൊജക്ഷൻസ് ആയിട്ടുള്ള പാപ്പിലറി മസിൽസ്, ഈ പാപ്പിലറി മസിൽസിനെയും വാൾവിനെയും കണക്ട് ചെയ്യുന്ന ഫൈബ്രസ് ടിഷ്യൂസ് ആണ് കോഡേറ്റ് ആന്റിനെ. ഇവ കോഡേറ്റ് ആന്റിനെ വെച്ചിട്ടാണ് നമ്മുടെ ഏട്രിയോവെൻട്രിക്കുലർ വാൾസിനെ ക്ലോസിങ്ങിനും ഓപ്പണിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the type of cartilage in which chondrocytes are arranged in small groups within nest is option A, fibrocartilage, option B, hyaline cartilage, option C, elastic cartilage, and option D, fibroelastic cartilage. ഓപ്ഷൻസിൽ ഈ കാർട്ടിലേജിൽ കുറെ ടൈപ്സ് ഉണ്ട്. സോ കാർട്ടിലേജിൽ ഇതിൽ ഏത് കാർട്ടിലേജിലാണ് കാർട്ടിലേജിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ടുള്ള കോൺട്രോസൈറ്റ്സ് ചെറിയ ചെറിയ ഗ്രൂപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഓൾസോ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കാം, പക്ഷെ എന്നാലും ഡയറക്റ്റ് ആൻഡ് ഈസി ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹയാലിൻ കാർട്ടിലേജ് ആണ്. അപ്പം ഹയാലിൻ കാർട്ടിലേജിലാണ് കോൺട്രോസൈറ്റ്സ് ചെറിയ ചെറിയ ഗ്രൂപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഈ നെസ്റ്റിന് സ്മോൾ ഗ്രൂപ്പ്സ് വിത്തിൻ ദ നെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ഈ സ്മോൾ ക്ലസ്റ്റേഴ്സ് നമ്മൾ ലാക്കിണ എന്നാണ് പറയുന്നത്. ലാക്കിണയ്ക്ക് ചുറ്റും ഒരു കൊളാജൻ ഫൈബേഴ്സിന്റെ ഒരു ഡെൻസ് മാട്രിക്സ് ഉണ്ട്. അത് കാരണം ഹയാലിൻ കാർട്ടിലേജിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ ഭയങ്കര സ്മൂത്ത് ആൻഡ് ഗ്ലോസി അപ്പിയറൻസ് ആയിരിക്കും, ഭയങ്കര തിളങ്ങുന്ന അപ്പിയറൻസ് ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയും ഈ ഹയാലിൻ കാർട്ടിലേജിനുണ്ട്. സോ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഹയാലിൻ കാർട്ടിലേജ് ആണ് ട്രക്കിയ, നോസ്, പിന്നെ ആർട്ടിക്കുലർ സർഫസ് ഓഫ് ജോയിന്റിന്റെ ഒക്കെ ആർട്ടിക്കുലർ സർഫസിലൊക്കെ കാണുന്ന കാർട്ടിലേജ് എന്ന് പറയുന്നത് ഹയാലിൻ കാർട്ടിലേജ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഹയാലിൻ കാർട്ടിലേജ്. ഹയാലിൻ കാർട്ടിലേജിലെ ചെറിയ ചെറിയ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ലാക്കിണ എന്ന് പറയുന്നത്. ലാക്കിണയ്ക്ക് ചുറ്റുമായിട്ടുള്ള ഡെൻസ് കൊളാജൻ റിച്ച് ഏരിയ ആണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്നത്.
This is elastic cartilage and this is fibrocartilage. ഇവിടെ ഒന്നും കോൺട്രോസൈറ്റ്സ്, ഇവിടെയൊക്കെ കോൺട്രോസൈറ്റ്സ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടാണ് കൂടുതലും കാണുന്നത്. Next question. Which of the following statements are wrong about the care of eyes? താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1. സോ സ്റ്റേറ്റ്മെന്റ്സ് പറയാം. Cataract is the most common cause of blindness in India. Second statement, trachoma is another term for bacterial conjunctivitis. Most common cause of eye injuries in children is due to firecrackers. 1 lakh units of vitamin A is given twice yearly to children below 5 years. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ only 1 and 4, ഓപ്ഷൻ ബി only 2 and 3, ഓപ്ഷൻ സി only 2 and 4, and option D only 1 and 3. All right. So ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്ഷൻ സി only 2 and 4 ആണ്. അപ്പം cataract is the most common cause of blindness in India. This statement is actually correct. സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റയും പ്രകാരം ഗ്ലോബലി കാറ്ററാക്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു ലീഡിങ് കോസ് ആണ്. ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ബ്ലൈൻഡ്നെസ് പ്രധാന കാരണം എന്ന് പറയുന്നത് കാറ്ററാക്ട് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ട്രക്കോമ ഇസ് അനദർ ടേം ഫോർ ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസ് എന്നാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ട്രക്കോമ എന്ന് പറയുന്നത് ക്ലമിഡിയ ട്രക്കോമാറ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ഇത് ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസിന് മറ്റൊരു പേരല്ല. ഇത് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻസ് ഡിസീസ് ആണ്. കൂടുതലും ലോ റിസോഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയാസിലൊക്കെ ഉള്ള ചിൽഡ്രനെയാണ് കൂടുതലും ഇത് എഫക്ട് ചെയ്യുന്നത്. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ്, മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഐ ഇഞ്ചുറീസ് ഇൻ ചിൽഡ്രൻ ഇസ് ഡ്യൂ ടു ഫയർ ക്രാക്കേഴ്സ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫയർ ക്രാക്കേഴ്സും പിന്നെ എക്സ്പ്ലോഷൻസും ഒക്കെ ചെറിയ കുട്ടികളിലൊക്കെ എന്താണ് ഐ ഇഞ്ചുറീസിനൊക്കെ ഉള്ള പ്രധാന കാരണമാണ്. കാരണം അവർ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാണ്ടായിരിക്കും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഈസ് എ മേജർ പബ്ലിക് ഹെൽത്ത് കൺസേൺ. പക്ഷെ ഇവരുടെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ എ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ എ സപ്ലൈ ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി അത് മാറി കളിക്കുന്നുണ്ട്. അത് ആക്ച്വലി 1 lakh യൂണിറ്റ്സ് ആയിരിക്കണം എന്നില്ല. അത് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ചും പിന്നെ ആവശ്യത്തിനനുസരിച്ചും അതിന്റെ ക്വാണ്ടിറ്റിയും ഡോസേജും ഫ്രീക്വൻസിയും മാറും. ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസ് നമ്മൾക്ക് വേറൊരു പേരെന്ന് പറയുന്നത് പിങ്ക് ഐ എന്നാണ്. ഇത് നമ്മുടെ ഐയിലുള്ള കൺജക്റ്റീവ എന്ന് പറഞ്ഞ ലെയറിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഈ ഉണ്ടാക്കുന്ന കാരണക്കാരായ ബാക്ടീരിയാസ് ആർ ആക്ച്വലി സ്റ്റെഫിലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, പിന്നെ ഹീമോഫൈലസ് ഇൻഫ്ലുവൻസ. ഇത്തരം ബാക്ടീരിയാസ് ആണ് ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഐ ലിഡ്സിന്റെ കവർ ചെയ്യുന്ന ഒരു ഇന്നർ സർഫസും പിന്നെ ഐന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ, തിൻ ട്രാൻസ്പെറന്റ് ലെയർ ആണ് കൺജക്റ്റീവ. ഇതിനെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements are correct about proteins? Animal proteins are superior to vegetable proteins. Animal proteins contain all 9 essential amino acids needed by the body. Pulses are known as poor man's meat. Vegetable proteins contain less essential amino acids. Option A, only 1, 2, and 3. Option B, only 1, 3, and 4. Option C, only 2, 3, and 4. And option D, all of the above. ഇതില് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ് ആണ്. സോ ഇവിടെ നോക്കിയാൽ ആനിമൽ പ്രോട്ടീൻസ് സത്യം പറഞ്ഞാല് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓൾ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും ആനിമൽ പ്രോട്ടീൻസിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആനിമൽ പ്രോട്ടീൻസ് വെജിറ്റബിൾ പ്രോട്ടീൻസിനെക്കാളും സുപ്പീരിയർ ആണ്. കാരണം എല്ലാ വെജിറ്റബിൾ പ്രോട്ടീൻസിലും എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് ആനിമൽ പ്രോട്ടീൻസ് ആർ ബെറ്റർ ദാൻ വെജിറ്റബിൾ പ്രോട്ടീൻസ്. പിന്നെ പൾസസ് ആർ നോൺ ആസ് പുവർ മാൻസ് മീറ്റ്. ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കാരണം പൾസസിൽ അത്യാവശ്യം വേണ്ട എല്ലാ പ്രോട്ടീൻ കണ്ടന്റും ഉണ്ട്. മാത്രമല്ല പൾസസ് കുറച്ചും കൂടെ ചീപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് പുവർ മാൻസ് മീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആനിമൽ പ്രോട്ടീൻസ് ആർ സുപ്പീരിയർ ടു വെജിറ്റബിൾ പ്രോട്ടീൻസ്. അപ്പൊ തന്നെ അറിയാം വെജിറ്റബിൾ പ്രോട്ടീൻസിൽ
എന്താണ് ആനിമൽ പ്രോട്ടീൻസിൽ കാണുന്ന അത്രയും അമിനോ ആസിഡ്സ് ഇല്ല. അതുകൊണ്ട് ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ എല്ലാ ഓപ്ഷൻസും കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് എന്നാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇതിവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. 13th question. Which of the following statement is or are wrong about dietary goals recommended by various expert committees of the World Health Organization? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം കുറച്ച് ഡയറ്ററി ഗോൾസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴെ. അതിൽ ഏതൊക്കെയാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Dietary fat should be limited to approximately 15 to 30% of the total daily intake. Saturated fat should contribute no more than 10% of the total energy intake. Protein should account for approximately 15 to 30% of the daily intake. Salt intake should be reduced to an average of not more than 15 grams per day. Option A only 1, option B only 2, option C only 2 and 3, and option D only 3 and 4. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പം കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി only 3 and 4. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സത്യം പറഞ്ഞാല് പ്രോട്ടീൻസിന് ഒരു റേഞ്ച് അല്ലെങ്കിൽ എത്ര നമ്മൾ ഓരോ ഡെയിലി എത്ര പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പ്രോട്ടീന്റെ ഇൻടേക്ക് നമ്മുടെ ഏജ്, ഹെൽത്ത്, പിന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ ഇതിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഷുഡ് അക്കൗണ്ട് ഫോർ അപ്രോക്സിമേറ്റ്ലി 15 to 30% ഓഫ് ഡെയിലി ഇൻടേക്ക് എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ സോൾട്ട് ഇൻടേക്ക്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സോൾട്ട് ഇൻടേക്ക് 5 grams per ഡേക്ക് അല്ലെങ്കിൽ ലെസ് ദാൻ 5 grams per ഡേ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 grams per ഡേ എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓപ്ഷൻ തേർഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഡയറ്ററി ഫാറ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം 30% ഓഫ് ടോട്ടൽ എനർജി ഇൻടേക്കിനെക്കാളും കുറവായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റിൽ 15 to 30% ഓഫ് ടോട്ടൽ ഡെയിലി ഇൻടേക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഷുഡ് നോട്ട് കോൺട്രിബ്യൂട്ട് മോർ ദാൻ 10% ഓഫ് ടോട്ടൽ എനർജി ഇൻടേക്ക്. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിന്റെ 10%-നേക്കാളും കുറവായിരിക്കണം സാച്ചുറേറ്റഡ് ഫാറ്റ്. ഇതും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഡയറ്ററി റെഗുലേഷൻ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. അടുത്ത ചോദ്യമാണ്, ദ ഫോളോയിങ് ആർ ബാക്ടീരിയൽ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് എക്സെപ്റ്റ് ഓപ്ഷൻ എ ബോട്ടുലിസം, ഓപ്ഷൻ ബി ഓക്സിയോറാസിസ്, ഓപ്ഷൻ സി ഷിഗല്ലോസിസ് ആൻഡ് ഓപ്ഷൻ ഡി ബ്രുസല്ലോസിസ്. ഇതില് ബാക്ടീരിയൽ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ഓക്സിയോറാസിസ്. ബോട്ടുലിസം, ഷിഗല്ലോസിസ്, ബ്രുസല്ലോസിസ് ഇവയൊക്കെ ബാക്ടീരിയൽ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് ആണ്. ഫുഡ് വഴി ബാക്ടീരിയ കാരണം ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് ആണ് ഈ മൂന്നെണ്ണം. ഇവ കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴിയൊക്കെയാണ് നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നത്. ഓക്സിയോറാസിസ് പാരാസൈറ്റിക് വേം ആയിട്ടുള്ള എൻഡ്രോബയോസ് വെർമിക്കുലാറിസ് എന്ന പാരാസൈറ്റിക് വേം ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ് ഓക്സിയോറാസിസ്. ഇവ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ്, പിന്നെ കണ്ടാമിനേറ്റഡ് ഹാൻഡ്സ്, പിന്നെ ഫീക്കൽ ഓറൽ ട്രാൻസ്മിഷൻ വഴിയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. യൂഷ്വലി ഫുഡും വാട്ടറും വഴി ട്രാൻസ്മിറ്റ് ചെയ്യാറില്ല. അടുത്ത ചോദ്യമാണ്, which of the following bacteria are gram positive? Very direct question. Option okay. First one, Corynebacterium diphtheriae, Bacillus anthracis, Salmonella typhi, Escherichia coli അല്ലെങ്കിൽ E. coli. ഇതിലെ ഏതൊക്കെ ബാക്ടീരിയാസ് ആണ് ഗ്രാം പോസിറ്റീവ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ only 1 and 2, ഓപ്ഷൻ ബി only 1 and 3, ഓപ്ഷൻ സി only 2 and 3, and ഓപ്ഷൻ ഡി only 3 and 4. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് only 1 and 2 ആണ്. Corynebacterium diphtheriae and Bacillus anthracis ആണ് കറക്റ്റ് ആൻസർ. സാൽമണല്ല ടൈഫിയും എസ്ചെറിച്ചിയ കോളി അല്ലെങ്കിൽ ഇക്കോളയും ദീസ് ടു ആർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അപ്പം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റേ ഗ്രാം സ്റ്റെയിനിങ് വഴിയാണ്. അപ്പം ഗ്രാം സ്റ്റെയിനിങ്ങിൽ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്തിട്ട് പേർപ്പിൾ കളർ ഉണ്ടാക്കുന്ന ബാക്ടീരിയസിനൊക്കെ നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയും. മറിച്ച് പിങ്ക്, മറ്റേ സെഫ്രാനിൻ കാരണം പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ കാണിക്കുന്ന ബാക്ടീരിയാസിന് നമ്മൾ
ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയും. ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും തരംതിരിക്കുന്നത് അവരുടെ സെൽ വാളിന്റെ പ്രത്യേകതകൾക്കനുസരിച്ചാണ്. അപ്പം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് തിക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക, മറിച്ച് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് തിൻ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആയിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ടായിരിക്കും. അപ്പം ഞാൻ മൈക്രോബയോളജിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെയും ഡിഫറൻസസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. Which of the following methods of sterilization are working using the technique of moist heat? Moist heat വെച്ചിട്ട് ഏതൊക്കെ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ആണ് താഴെയിലുള്ളതെന്നാണ് ചോദിച്ചത്. ഹോട്ട് എയർ അവൻ, ഓട്ടോക്ലേവ്, ഇൻസിനറേറ്റർ, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസർ. The first option only 1 and 2, അതായത് hot air oven and autoclave. Option B only 1 and 3. Option C only 2 and 4, and option D only 2 and 3. Moist heat വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് ചോദിച്ചത്. ഇതില് ഓട്ടോക്ലേവും ഹോസ്പിറ്റൽ സ്റ്റെറിലൈസറും മോയിസ്റ്റ് ഹീറ്റ് ആണ്. ഹോട്ട് എയർ അവൻ ആൻഡ് ഇൻസിനറേറ്റർ ഡ്രൈ ഹീറ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2 and 5. ഓട്ടോക്ലേവ് മോയിസ്റ്റ് ഹീറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീം അണ്ടർ പ്രഷർ എന്ന ടെക്നിക്കാണ് ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ സ്റ്റെറിലൈസറും യൂഷ്വലി ഓട്ടോക്ലേവിന്റെ വേറൊരു ടേം ആയിട്ട് നമ്മൾ പുതിയ ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഓട്ടോക്ലേവിന്റെ വേറൊരു ടേം ആണ് ഹോസ്പിറ്റൽ സ്റ്റെറിലൈസർ. ഇവിടെയും മോയിസ്റ്റ് ഹീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് ക്യാരി ഔട്ട് ചെയ്യാം മൈക്രോ ഓർഗാനിസംസിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് രണ്ടെണ്ണം ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റും ഉണ്ട്, ഡ്രൈ ഹീറ്റും ഉണ്ട്. മോയിസ്റ്റ് ഹീറ്റില് മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്നത് അവരുടെ പ്രോട്ടീൻസിനെ ഡീനേച്ചർ ചെയ്തിട്ടാണ്. പ്രോട്ടീൻസിന്റെ 3 ഡയമെൻഷണൽ ഷേപ്പ് നഷ്ടപ്പെടുത്തുന്ന വഴിയാണ് ഈ മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്നത്. ഡ്രൈ ഹീറ്റിൽ കൂടുതലും പ്രോട്ടീൻ ഓക്സിഡേഷൻ വഴിയാണ് മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യുന്നത്. മോയിസ്റ്റ് ഹീറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്കാണ് ഓട്ടോക്ലേവിംഗ് പിന്നെ ബോയിലിംഗ്. ഡ്രൈ ഹീറ്റ് ടെക്നിക് യൂസ് ചെയ്യുന്നതാണ് ഹോട്ട് എയർ സ്റ്റെറിലൈസേഷൻ, ഇൻസിനറേഷൻ ആൻഡ് പാസ്ചറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റിഗാർഡിംഗ് ബയോ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡ്രഗ് സിന്തറ്റിക് റിയാക്ഷൻ ഫേസ് 2 റിയാക്ഷൻ. കുറച്ച് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫേസ് 2 റിയാക്ഷൻസിൽ പെടാത്തത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡേഷൻ, ഹൈഡ്രോലൈസിസ്, അസിറ്റൈലേഷൻ, മീഥൈലേഷൻ. ഇതിൽ ഫേസ് 2 റിയാക്ഷൻ ആണ് അല്ലാത്തത് ഏതൊക്കെയാണ് ചോദിച്ചത്. ഓപ്ഷൻ എ only 1 and 2, ഓപ്ഷൻ ബി only 1 and 3, ഓപ്ഷൻ സി only 1 and 4, ആൻഡ് ഓപ്ഷൻ ഡി only 2 and 3. സോ ഇതില് ഫേസ് 2 റിയാക്ഷൻസിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ പെടാത്ത റിയാക്ഷൻസ് എന്ന് പറയുന്നത് 1 and 2, ഓക്സിഡേഷൻ ആൻഡ് ഹൈഡ്രോലൈസിസ്. ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ only 1 and 2. അപ്പം ഡ്രഗ്സിന്റെ ബയോ ട്രാൻസ്ഫോർമേഷൻ പാത്വേനെ നമുക്ക് 3 ഫേസസ് ആയിട്ട് തരംതിരിക്കാം. ഫേസ് 1, ഫേസ് 2 ആൻഡ് ഫേസ് 3. ഫേസ് 1 നമ്മുടെ ഡ്രഗ് കുറച്ച് റിയാക്ഷൻസ് വഴി ഒരു പോളാർ വാട്ടർ സോലുബിൾ മെറ്റബോളൈറ്റ് ആയിട്ട് മാറും. ഇതില് മിക്ക റിയാക്ഷൻസ് നടക്കുന്ന എങ്ങനെ വെച്ചാല് നമ്മുടെ ഡ്രഗിലോട്ട് പോളാർ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള NH2, OH ഇവയൊക്കെ നമ്മുടെ ഡ്രഗിലോട്ട് ആഡ് ചെയ്തിട്ട് ആ ലിപ്പോഫിലിക് ഡ്രഗ്സിനെ മോർ പോളാർ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഫേസ് 1 റിയാക്ഷൻസ് നടക്കുന്ന 3 റിയാക്ഷൻസ് ആണ് ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോലിസിസ്. ഇതുവഴിയൊക്കെയാണ് ലിപ്പോഫിലിക് ഡ്രഗ്സിനെ പോളാർ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഫേസ് 2 റിയാക്ഷൻ. ഫേസ് 2 റിയാക്ഷനിൽ നമ്മുടെ ഫേസ് 2 റിയാക്ഷൻ വഴി ഒരു ലാർജ് പോളാർ മെറ്റബോളൈറ്റ് നമുക്ക് കിട്ടും. ഇതെങ്ങനെ സംഭവിക്കുക വെച്ചാല് ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യും. നമ്മുടെ വാട്ടർ സോലുബിൾ ഇനാക്റ്റീവ് കോമ്പൗണ്ട്സ് ആവാൻ വേണ്ടിയിട്ട് ഡ്രഗിലോട്ട് ഒരു ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ് ആഡ് ചെയ്യും. ഇതിൽ ഫേസ് 2 സംഭവിക്കുന്ന റിയാക്ഷൻസ് ആണ് മീഥൈലേഷൻ, ഗ്ലൂക്കോറിനോഡേഷൻ, അസിറ്റൈലേഷൻ, സൾഫേഷൻ, കോൺജുഗേഷൻ. കോൺജുഗേഷൻ തന്നെ കോൺജുഗേഷൻ വിത്ത് ഗ്ലൂട്ടാത്തയോണും ഉണ്ട്, കോൺജുഗേഷൻ വിത്ത് അമിനോ ആസിഡ്സും ഉണ്ട്. സോ ഇതൊക്കെ ഫേസ് 2 റിയാക്ഷൻസിലുള്ള ബയോ ട്രാൻസ്ഫോർമേഷൻ റിയാക്ഷൻസ് ആണ്. പിന്നെ ഫേസ് 3 റിയാക്ഷൻസ് ഉള്ള 2 റിയാക്ഷൻസ് ആണ് ATP ബൈൻഡിങ് കാസറ്റും സൊല്യൂട്ട് കാരിയർ ട്രാൻസ്പോർട്ടേഴ്സും. ഇവിടെയും ഡ്രഗ്സ് ഫെർദർ മെറ്റബോളിസം എക്സ്ക്രീഷനും സംഭവിക്കും. അപ്പം ഇവിടെയുള്ള 2 ടൈപ്പ് ആണ് ATP ബൈൻഡിങ് കാസറ്റ് ആൻഡ് സൊല്യൂട്ട് കാരിയർ ട്രാൻസ്പോർട്ടേഴ്സ്. പിന്നെ the following are drugs excreted through lungs except
ആൽക്കഹോൾ, ഹാലോതെയിൻ, പാരാൽഡിഹൈഡ്, പെനിസിലിൻ. ഈ നാല് ടൈപ്പ് ഓഫ് ഡ്രഗ്സിൽ ലങ്സ് വഴി എക്സ്ക്രീറ്റ് ചെയ്യാത്ത ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ only 1 and 3, option B only 4, option C only 2, and option D none of the above. The correct answer is option B only 4. ആൽക്കഹോൾ, ഹാലോതെയിൻ, പാരാൽഡിഹൈഡ് ഈ മൂന്ന് ഡ്രഗ്സും ലങ്സ് വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ആൽക്കഹോൾ ഒക്കെ നമുക്ക് നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഒരു ആൽക്കഹോളിന്റെ ഒരു സ്മെല്ല് വരും. അത് കാരണം ലങ്സ് വഴി ആൽക്കഹോൾ പുറത്തോട്ട് വിടുന്നതുകൊണ്ടാണ്. പിന്നെ ഹാലോതെയിൻ എന്ന് പറയുന്ന ഒരു അനസ്തെറ്റിക് ആണ്, ഇതും ലങ്സ് വഴിയാണ് പുറത്തോട്ട് വിടുന്നത്. പിന്നെ പാരാൽഡിഹൈഡ് അതൊരു സെഡേറ്റീവ് ആണ്, അതും ആൽക്കഹോളിനെ പോലെ തന്നെ പുറത്തോട്ട് ലങ്സ് വഴിയാണ് പുറത്തോട്ട് വിടുന്നത്. പക്ഷെ പെനിസിലിൻ ഒരു ആന്റിബയോട്ടിക് ഡ്രഗ് ആണ്, ഇത് ലങ്സ് വഴിയല്ല പുറത്തോട്ട് വിടുന്നത്, ലിവർ വഴി. ഇത് ലിവറിലാണ് മെറ്റബോളിസം നടക്കുന്നത്, എന്നിട്ട് കിഡ്നി വഴി യൂറിനിലൂടെയാണ് ഇത് പുറത്തോട്ട് തള്ളുന്നത്. അടുത്ത ചോദ്യം, ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ കോസ്ഡ് ബൈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എക്സെപ്റ്റ് സീറോഫ്താൽമിയ, ഓസ്റ്റിയോമലേഷ്യ, സ്കർവി, കെരാട്ടോമലേഷ്യ. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം അല്ല, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം സംഭവിക്കുന്ന കുറച്ച് ഡിസീസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിൽ ചിലത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണമല്ല സംഭവിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ only 1 and 2, option B only 2 and 3, option C only 2 and 4, and option D only 3 and 4. സോ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം സംഭവിക്കാത്ത ഡിസീസസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി only 2 and 3, ഓസ്റ്റിയോമലേഷ്യ ആൻഡ് സ്കർവി. സിറോഫ്താൽമിയും കെരാട്ടോമലേഷ്യയും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആണ്. സിറോഫ്താൽമിയയിൽ ഡ്രൈ ഐസ് ഉണ്ടാവും. കെരാട്ടോമലേഷ്യ എന്ന് പറയുന്നത് സെറോഫ്താൽമിയയുടെ വേറൊരു കോംപ്ലിക്കേഷൻ ആണ്, സിവിയർ കോംപ്ലിക്കേഷൻ ആണ് കെരാട്ടോമലേഷ്യ. ഇത് കാരണം ബ്ലൈൻഡ്നെസ്, പിന്നെ കോർണിയ, നമ്മുടെ ഐയിലെ ഒരു ലെയർ ആണ് കോർണിയ, കോർണിയയിലൊക്കെ അൾസർ വരും. ഇത് കാരണം ബ്ലൈൻഡ്നെസ് ഒക്കെ വരും. ഇതും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു സിവിയർ കണ്ടീഷൻ. ഓസ്റ്റിയോമലേഷ്യ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻ ആണ്. ഇവിടെ ബോൺസ് ഒക്കെ സോഫ്റ്റ് ആവും, വീക്ക് ആവും ഒക്കെ ചെയ്യും. സ്കർവി ഇസ് ഡ്യൂ ടു വൈറ്റമിൻ സി ഡെഫിഷ്യൻസി. ഇവിടെ നമ്മുടെ മോണയിലൊക്കെ ബ്ലീഡിങ് വരിക, പിന്നെ ടീത്ത് ഒക്കെ വീക്ക് ആവും. ദിസ് ഇസ് നോൺ ആസ് സ്കർവി. സോ ഓസ്റ്റിയോമലേഷ്യ vitamin D deficiency, scurvy vitamin C deficiency. Next question, which of the following techniques are used for the identification of malnourished children? Malnourished അല്ലെങ്കിൽ undernourished ആയിട്ടുള്ള കുട്ടികളിൽ മാൽനറിഷ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈറ്റ്, മിഡ് ആം സർക്കംഫറൻസ്, വെയിറ്റ് ആൻഡ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ. സോ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്? ഓപ്ഷൻ എ only 1 and 3, ഓപ്ഷൻ ബി only 1 and 4, ഓപ്ഷൻ സി only 1, 2 and 3, ആൻഡ് ഓപ്ഷൻ ഡി only 1, 3 and 4. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി only 1, 2 and 3. ഹൈറ്റും മിഡ് ആം സർക്കംഫറൻസും വെയിറ്റും എന്താണ് മാൽനറിഷ് ചിൽഡ്രനില് മാൽനറിഷ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. വേസ്റ്റ് ഹിപ്പ് റേഷ്യോ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് അല്ല. അപ്പം ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് പൊതുവെ സ്റ്റണ്ടിങ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി, നോർമൽ ഹൈറ്റിനെക്കാളും വളരെ കുറവാണെങ്കിൽ കുട്ടി മാൽനറിഷ്ഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മിഡ് ആം സർക്കംഫറൻസ്, നമ്മുടെ കൈയിന്റെ വണ്ണം എത്രത്തോളം ഉണ്ടെന്ന് അളന്നിട്ട് മാൽനറിഷ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. വെയിറ്റ് അണ്ടർ വെയിറ്റ് ആണെങ്കിൽ അത്തരം ചിൽഡ്രനിലൊക്കെ മാൽനറിഷ്മെന്റ് അല്ലെങ്കിൽ അണ്ടർ നറിഷ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. വേസ്റ്റ് ഹിപ്പ് റേഷ്യോ മാൽനറിഷ്മെന്റ് അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് അല്ല. ഇത് കൂടുതലും അഡൾട്ട്സിൽ, വലിയ ആൾക്കാരിൽ ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെമ്പററി ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ഓപ്ഷൻ എ stupor, ഓപ്ഷൻ ബി കോമ, ഓപ്ഷൻ സി ഫെയിന്റിംഗ്, ആൻഡ് ഓപ്ഷൻ ഡി somnolent. ഇതിൽ ടെമ്പററി ലോസ് ഓഫ് കോൺഷ്യസ്നസിന്റെ കറക്റ്റ് ടേം ഏതാണെന്നാണ് ചോദിച്ചത്. ഈസി ക്വസ്റ്റ്യൻ, ഓപ്ഷൻ സി ഫെയിന്റിംഗ്. സ്റ്റുപ്പോർ എന്ന് പറയുന്നത് ഫെയിന്റിങ്ങിനെക്കാളും കുറച്ചും കൂടെ ഒരു ഡീപ്പർ ലെവൽ ഓഫ് അൺകോൺഷ്യസ്നെസ് ആണ് സ്റ്റുപ്പോർ.
സ്റ്റുപ്പോർ കണ്ടീഷനിൽ സ്റ്റുപ്പോർ ഉള്ള വ്യക്തിക്ക് എന്താണ് ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല, കേട്ടാലും ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റിമുലി ഒക്കെ, വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സ്റ്റിമുലി ഒക്കെ വന്നാൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. കോമ എന്ന് പറയുന്നത് വളരെ സിവിയർ സ്റ്റേജ് ഓഫ് അൺകോൺഷ്യസ്നെസ് ആണ്. നമ്മൾ ഇതിനെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. അതായത് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടില്ല, പക്ഷെ ഓൾമോസ്റ്റ് എന്താണ് പുറത്തുനിന്ന് സംഭവിക്കുന്ന ഒന്നിനോടും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. സോ ദിസ് ഇസ് എ സിവിയർ സ്റ്റേറ്റ് കമ്പയർഡ് ടു ഫെയിന്റിങ്. അഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എന്താണ് പൂർണ്ണമായിട്ടും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലിക്ക് പൂർണ്ണമായിട്ടും അൺറെസ്പോൺസീവ് ആയിരിക്കും, ഒന്നിനോടും റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ ജീവിച്ചിരിക്കുക. ഫെയിന്റിങ് നമ്മൾ സിൻകോപ്പ് എന്ന് പറയാറുണ്ട്. ഇത് വളരെ ബോധം കെട്ട് വീഴുക, അതൊരു ടെമ്പററി സ്റ്റേറ്റ് ഓഫ് അൺകോൺഷ്യസ്നെസ് ആണ്. പെട്ടെന്ന് ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ബ്രെയിനിലോട്ട് എത്താണ്ടാവുക, ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ബോധം കെടുന്നത്. സോംനോളൻ എന്ന് പറയുന്നത് ഉറക്കം അല്ലെങ്കിൽ ഡ്രൗസിനെസ്, ഈ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ സോംനോളൻ എന്ന് പറയുന്നത്. ഫെയിന്റിങ്ങിനെ പോലെ എന്താണ്, ദിസ് ഇസ് നോട്ട് സെയിം ആസ് എ ഫെയിന്റിങ്ങിൽ നമ്മൾ കോൺഷ്യസ്നെസ് മൊത്തത്തിൽ പോവുകയാണ്. പക്ഷെ സോംനോളൻ സ്റ്റേജിൽ നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ചെറിയൊരു ബോധമുണ്ട് പുറത്തെന്താ സംഭവിക്കുന്നത്, പക്ഷെ എന്നാലും മൊത്തത്തിൽ ഒരു ബോധമില്ലാത്തൊരവസ്ഥ. ദാറ്റ് ഈസ് നോൺ ആസ് സോംനോളന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Father of first aid: Anton von Leeuwenhoek, Frederick Esmark, Samuel Hahnemann and Mattia Orfila. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫ്രെഡറിക് എസ്മാർക്ക് ആണ്. ഫ്രെഡറിക് എസ്മാർക്ക് ആണ് ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ആന്റൺ വോൺ ല്യൂവൻഹോക്ക് ഈസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. മൈക്രോബയോളജി ഫീൽഡിലോട്ടുള്ള കോൺട്രിബ്യൂഷൻസും പിന്നെ മൈക്രോസ്കോപ്പിന്റെ യൂസ് വെച്ചിട്ടുള്ള പഠനങ്ങൾ കാരണമാണ് ആന്റൺ വോൺ ല്യൂവൻഹോക്കിനെ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് വിളിക്കുന്നത്. സാമുവൽ ഹാൻഹിമാൻ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഹോമിയോപ്പതി. പിന്നെ മാത്യു ഓർഫില എന്ന് പറയുന്നത് ടോക്സിക്കോളജി എന്ന് പറഞ്ഞിരിക്കുന്ന ഫീൽഡിലും പിന്നെ ഫോറൻസിക് മെഡിസിൻ എന്ന് പറഞ്ഞ ഫീൽഡിലും ഒത്തിരി പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് മാത്യു ഓർഫില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വൺ ഓർ മോർ ബോൺസ് അറ്റ് ദ ജോയിന്റ് ഇസ് നോൺ ആസ് ഓപ്ഷൻ എ ഫ്രാക്ചർ, ഓപ്ഷൻ ബി ഡിസ്ലൊക്കേഷൻ, ഓപ്ഷൻ സി സ്ട്രെയിൻ ആൻഡ് ഓപ്ഷൻ ഡി സ്ട്രെയിൻ. ഇത് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വൺ ഓർ മോർ ബോൺസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡിസ്ലൊക്കേഷൻ ആണ്. ഫ്രാക്ചർ എന്ന് പറഞ്ഞാല് നമ്മുടെ ബോണിൽ വല്ല പൊട്ടലൊക്കെ സംഭവിക്കുന്നതാണ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഡിസ്ലൊക്കേഷൻ ആണ് നമ്മുടെ ബോണിന്റെ യഥാർത്ഥ പൊസിഷനിൽ നിന്ന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുക, ബോണിന്റെ പൊസിഷനിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു സഡൻ ഫോഴ്സ് ഒക്കെ കാരണമായിരിക്കാൻ ബോൺ ഡിസ്ലൊക്കേഷൻ ഒക്കെ സംഭവിക്കുക, ജോയിന്റ് ഒക്കെ മാറിപ്പോകും. സ്ട്രെയിൻ ആൻഡ് സ്ട്രെയിൻ കുറച്ച് ചിലപ്പം കൺഫ്യൂസ് ആവും, ഓൾമോസ്റ്റ് സെയിം ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ലിഗമെന്റ്സിൽ ഉണ്ടാവുന്ന സ്ട്രെച്ചിങ് ഓർ ടയറിംഗ് ആണ് സ്ട്രെയിൻ. സ്ട്രെയിൻ ഇസ് ദ സ്റ്റെയറിംഗ് ഓർ സ്ട്രെച്ചിങ് ഓഫ് മസിൽസ് ഓർ ടെൻഡൻസ്. സോ ലിഗമെന്റ്സിൽ ഉണ്ടാവുന്ന സ്ട്രെച്ചിങ് ഓർ ടയറിംഗ് ആണ് സ്ട്രെയിൻ. മസിൽസിലും ടെൻഡൻസിലും ഉണ്ടാവുന്ന സ്ട്രെച്ചിങ് ഓർ ടയറിംഗ് ആണ് സ്ട്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the wound caused by blunt force is known as option A abrasion, option C laceration, option B laceration, option C bruise and option D incised. Blunt force അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വൂണ്ട് ഏതാണെന്നാണ് ചോദിച്ചത്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ബ്രൂസ്. അബ്രാഷൻ പൊതുവെ നമ്മൾ പോറൽ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പോറലൊക്കെ സംഭവിക്കുക, എവിടെയെങ്കിലും ഒരഞ്ഞിട്ടൊക്കെ റഫ് സർഫസിലൊക്കെ നമ്മുടെ സ്കിൻ സ്ക്രേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരഞ്ഞിട്ടുണ്ടാവുന്ന ആ ഒരു സൂപ്പർഫിഷ്യൽ ലെയർ, സ്കിൻ ലെയേഴ്സിന്റെ സൂപ്പർഫിഷ്യൽ ലെയർ ഒക്കെ റിമൂവ് ചെയ്ത് പോവുക, ആ ഒരു ഇതാണ് അബ്രാഷൻ. ലാസറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ മുറിവുകൾ ഉണ്ടാവുക, കൂടുതലും ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്. പക്ഷെ ഈ ഷാർപ്പ് ഒബ്ജക്ട്സിന്റെ പ്രത്യേകത്തിൽ മുള്ളുമുള്ളു പോലത്തുള്ള ഒബ്ജക്ട്സ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ടയർ ആണ് ലാസറേഷൻ. ഇത് ചിലപ്പം ഭയങ്കര ഡീപ്പായിട്ടൊക്കെ ടിഷ്യൂസിൽ ഡാമേജ് വരാം. ബ്രൂസ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കൺട്യൂഷൻ എന്ന് പറയും. ഇത് ചതവ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മള് ഇങ്ങനെ ഇടിച്ചിട്ടൊക്കെ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലത്തെ ബ്ലഡ് വെസൽസ് പൊട്ടി ബ്ലഡ് കട്ട പിടിച്ച് നിൽക്കും, പക്ഷെ മുറിവ് ഉണ്ടാവില്ല. സ്കിന്നില് മുറിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും. ബ്ലഡ് വെസൽസിനൊക്കെ
ഡാമേജ് ഉണ്ടാവും. ഇൻസൈസ് അല്ലെങ്കിൽ ഇൻസിഷൻ. സോ ഇതെന്ന് പറയുന്നത് ക്ലീൻ കട്ട് വുഡ്. ഇത് ഇങ്ങനത്തെ മുറിവുകൾ ഉണ്ടാവുന്നത് ഭയങ്കര ഷാർപ്പ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ടാണ്. വാള് അല്ലെങ്കിൽ കത്തി, ഭയങ്കര ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ട് ഉണ്ടാവുന്ന സ്കിൻ ഡാമേജസ് ആണ് ഇൻസിഷൻ അല്ലെങ്കിൽ ഇൻസൈസ്. ടിഷ്യൂ ഡാമേജ്, ചുറ്റുമുള്ള ടിഷ്യൂ ഡാമേജ് കുറവായിരിക്കും, പക്ഷെ ഡീപ്പ് ആയിട്ടുള്ള ടിഷ്യൂ ഡാമേജസ് ചിലപ്പം കൂടുതലായിരിക്കും. Next question. The aim of first aid are except to save life, ease pain, declaring death, promote recovery. ഫസ്റ്റ് എയ്ഡിന്റെ എയിം അല്ലാത്തത് ഏതാണെന്നാണ്? വളരെ ഈസിയാണ്. ഓപ്ഷൻ സി, ഡിക്ലെയറിംഗ് ഡെത്ത്. ഒരു വ്യക്തി മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡിന്റെ എയിം അല്ല, ഫസ്റ്റ് എയ്ഡിന്റെ സ്കോപ്പിന് പുറത്താണ്. ഫസ്റ്റ് എയ്ഡിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇഞ്ചുറീന്റെ സിവിയറിറ്റി കുറയ്ക്കുക, പിന്നെ ഇഞ്ചുർ ആയിട്ടുള്ള ആൾക്ക് പ്രൈമറി കെയർ കൊടുക്കുക, പിന്നെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് അസസ് ചെയ്യുക. ഇതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡിന്റെ എയിം എന്ന് പറയുന്നത്. ഡെത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് യൂഷ്വലി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെയിൻ വൈൽ സ്വോളോയിങ് ഇസ് കോൾഡ് ഡിസ്നോയ, ഡിസ്ഫാജിയ, ഡിസ്പെപ്സിയ ആൻഡ് ഒഡിനോഫാജിയ. ദിസ് ഇസ് എ ബിറ്റ് കൺഫ്യൂസിങ്. നമ്മൾ ഭക്ഷണം വിഴുങ്ങുമ്പോഴൊക്കെ ഉണ്ടാവുന്ന പെയിനിനുണ്ടാവുന്ന ആ പെയിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എ ബിറ്റ് കൺഫ്യൂസിങ് ബിക്കോസ് എല്ലാം ഒരേപോലെയാണ് തോന്നുക. കറക്റ്റ് ആൻസർ ഇസ് ഒഡിനോഫാജിയ. ഡിസ്നോയ എന്ന് പറയുന്നത് നമുക്ക് ബ്രീതിങ്ങിൽ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടിയാണ് ഡിസ്നോയ. ഡിസ്ഫാജിയ ഇസ് നമുക്ക് വിഴുങ്ങാനുണ്ടാവുന്ന ഡിഫിക്കൽട്ടിനെയാണ് നമ്മൾ ഡിസ്ഫാജിയ എന്ന് പറയുന്നത്. പെയിൻ അല്ല, ഇത് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടിനാണ് നമ്മൾ ഡിസ്ഫാജിയ എന്ന് പറയുന്നത്. ഡിസ്പെപ്സിയ യൂഷ്വലി അബ്ഡോമിന്റെ അപ്പർ പാർട്സിൽ ഉണ്ടാവുന്ന ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡൈജഷൻ, ആ ഒരു ഡിസ്കംഫർട്ടിനാണ് നമ്മൾ ഡിസ്പെപ്സിയ എന്ന് പറയുന്നത്. വിഴുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പെയിന് യൂസ് ചെയ്യുന്ന കറക്റ്റ് മെഡിക്കൽ ടേം ഇസ് ഒഡിനോഫാജിയ. ഇതേപോലെ വേറൊരു കണ്ടീഷനുള്ള ടേമിനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ബ്ലീഡിംഗ് ഫ്രം നോസ്. ബ്ലീഡിംഗ് ഫ്രം നോസ് എന്നുള്ള കറക്റ്റ് മെഡിക്കൽ ടേം ഏതാണ്? ഓപ്ഷൻ എ, എപ്പിസ്റ്റാക്സിസ്. ഓപ്ഷൻ ബി, മലീന. ഓപ്ഷൻ സി, ഹീമോടൈസിസ്. ആൻഡ് ഓപ്ഷൻ ഡി, ഹെമറോയിഡ്. Correct answer is option A, epistaxis. Epistaxis is a medical term for nosebleed. അതായത് മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്ന ഒരു കണ്ടീഷൻ നമ്മൾ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത്. മെലീന എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, സ്റ്റമക്, വയറ്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ഈ റീജൻസിലൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം ഇത് കാരണം നമ്മുടെ പാസ് ചെയ്യുന്ന സ്റ്റൂൾസ് കുറച്ച് ബ്ലഡ് കട്ട പിടിച്ച് ബ്ലാക്ക് അല്ലെങ്കിൽ ടാർ കളറിലൊക്കെ നമ്മുടെ എക്സ്ക്രീഷൻ പാസ് ചെയ്യും. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ മെലീന എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റമക്കിലും സ്മോൾ ഇൻഡസ്റ്റൈൻ റീജൻസിലൊക്കെ ഉണ്ടാകുന്ന ബ്ലീഡിങ് കാരണം നമ്മൾ പാസ് ചെയ്യുന്ന സ്റ്റൂളിൽ ഡാർക്ക് കളർ ആയിരിക്കും, ബ്ലാക്ക് കളർ ഉണ്ടാവുക. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ മെലീന എന്ന് പറയുന്നത്. ഹീമോടൈസിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചുമയ്ക്കുമ്പം കഫത്തിന്റെ കൂടെ ബ്ലഡ് ഉണ്ടാവുക. ഈ ഒരു കണ്ടീഷനാണ് ഹീമോടൈസിസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും ലങ്സ്, എയർവേസ്, പിന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ബ്ലീഡിങ് കാരണമായിരിക്കാം നമ്മൾ ചുമയ്ക്കുമ്പം കഫത്തിന്റെ കൂടെ ബ്ലഡ് വരുന്നത്. ഹെമറോയിഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇസ് ആക്ച്വലി റെക്ടം, ആനസ്, ഈ റീജൻസിലൊക്കെയുള്ള ബ്ലഡ് വെസൽസ്, വെയിൻസ് എന്ന് പറയുന്ന ബ്ലഡ് വെസൽസിൽ ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ട് ബ്ലീഡിങ് വരും. ഇത് കാരണം നമ്മൾ ആനസ്, റെക്ടം റീജൻസിലൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും. ഇതിനാണ് ഹെമറോയിഡ് എന്ന് പറയുന്നത്. നോസ് റീജനിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ് നമ്മൾ എപ്പിസ്റ്റാക്സിസ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സസീവ് യൂറിനേഷൻ അറ്റ് നൈറ്റ്. ഓപ്ഷൻ എ, ഡിസ്യൂറിയ. ഓപ്ഷൻ ബി, അന്യൂറിയ. ഓപ്ഷൻ സി, നോക്ച്യൂറിയ. ആൻഡ് ഓപ്ഷൻ ഡി, ന്യൂമറ്റ്യൂറിയ. ഇത് കുറച്ച് ഈസിയാണ്. പേരിന്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ പറ്റും. കറക്റ്റ് ആൻസർ ഇസ് നോക്ച്യൂറിയ. നോക്ച്യൂറിയ ആണ് നൈറ്റ് ടൈമിൽ ഉണ്ടാകുന്ന എക്സസീവ് യൂറിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിക്കൽ ടേം. സോ പേരിലുണ്ട് നോക്ചേണൽ ആനിമൽസ് എന്നൊക്കെ പറയില്ല, അതായത് രാത്രി ആക്റ്റീവ് ആയിട്ട് കാണുന്ന ആനിമൽസ് ആണ് നമ്മൾ നോക്ചേണൽ എന്ന് പറയുന്നത്. അപ്പൊ രാത്രിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ നോക് എന്ന് പറയുന്നത്. ഡിസ്യൂറിയ എന്ന് പറയുന്നത് യൂറിനേഷൻ, യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ, അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ടിയാണ് നമ്മൾ ഡിസ്യൂറിയ എന്ന് പറയുന്നത്. അന്യൂറിയ എന്ന് പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാനേ പറ്റുന്നില്ല, കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് യൂറിൻ പ്രൊഡക്ഷൻ.
ഇതിനാണ് നമ്മൾ അന്യൂറിയ എന്ന് പറയുന്നത്. ന്യൂമറ്റൂറിയ എന്ന് പറയുന്നത് നമ്മുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ പാസ് ചെയ്യുന്നതിന്റെ കൂടെ ഗ്യാസും വരുന്നു. അപ്പം ഇത് കാരണം ഭയങ്കര പെയിൻ ഉണ്ടാവും. സോ ദിസ് ഇസ് നോട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു നോക്ടൂറിയ. ഇത് കുറച്ച് കിഡ്നിയിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഒക്കെ കാരണം നമ്മുടെ യൂറിന്റെ കൂടെ കുറച്ച് ഗ്യാസും വരും. അപ്പം യൂറിനറി ബ്ലാഡറിൽ ഗ്യാസ് ഒക്കെ ഫിൽ ആയി കിടക്കും. ഇത് കാരണം യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ ഉണ്ടാവും. Next question. Deviation of eyes from the normal conjugate position is termed as optic atrophy, squint, papilledema, and option D, conjunctivitis. നമ്മുടെ കണ്ണിന്റെ നോർമൽ പൊസിഷനിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും പൊസിഷനിലാണ് കണ്ണ് നിൽക്കുന്നത്, ഐബോൾ നിൽക്കുന്നത്. ആ ഒരു കണ്ടീഷന് വിളിക്കുന്ന ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, സ്ക്വിന്റ്. ഒപ്റ്റിക് അട്രോപ്പി എന്ന് വെച്ചാല് ഒപ്റ്റിക് നെർവിന്റെ ഡീജനറേഷൻ. നമ്മുടെ കണ്ണിന് മെയിൻ നെർവ് ആണ് ഒപ്റ്റിക് നെർവ്. ഈ ഒപ്റ്റിക് നെർവിന് ഉണ്ടാകുന്ന ഡീജനറേഷൻ അല്ലെങ്കിൽ നശീകരണത്തിനാണ് ഒപ്റ്റിക് അട്രോഫി എന്ന് പറയുന്നത്. ഇത് കാരണം നമുക്ക് ബ്ലൈൻഡ്നെസ് ആണ് ഉണ്ടാവുക, കാഴ്ചശക്തി നഷ്ടപ്പെടാം, പക്ഷെ ഐ അലൈൻമെന്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. പാപ്പിലോഡീമ ഇസ് ദ സ്വെല്ലിംഗ് ഓഫ് ഒപ്റ്റിക് നെർവ് ഹെഡ്. ഒപ്റ്റിക് നെർവ് ഹെഡിൽ ഉണ്ടാകുന്ന സ്വെല്ലിംഗിനെയാണ് നമ്മൾ പാപ്പിലോഡീമ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ബ്രെയിൻ റീജിയനിൽ ക്രേനിയൽ റീജിയനിൽ ഉണ്ടാകുന്ന പ്രഷർ കൂടും. ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്നത് കാരണമാണ് പാപ്പിലോഡീമ സംഭവിക്കുന്നത്. കൺജക്റ്റിവൈറ്റിസ് നമ്മൾ കൺജക്റ്റീവ ലെയറിന്റെ ഇൻഫ്ലമേഷൻ ആണ്. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണ് കൺജക്റ്റിവൈറ്റിസ് ഉണ്ടാവുന്നത്. സ്ക്വിന്റ് ഇസ് ഓൾസോ നോൺ ആസ് സ്ട്രബിസ്മസ്. ഇവിടെയാണ് നമ്മുടെ കണ്ണിന്റെ പൊസിഷൻ നോർമൽ പൊസിഷനിൽ നിന്ന് മാറുക. സോ കണ്ണ് രണ്ടും ഉള്ളിലോട്ട് നടുവിലോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ആ കണ്ടീഷൻ നമ്മൾ എസ്ട്രോപ്പിയ എന്ന് പറയും. പിന്നെ പുറത്തോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഇസ് നോൺ ആസ് എക്സോട്രോപ്പിയ. പിന്നെ താഴോട്ട് ഒരു കണ്ണ് താഴോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ഹൈപ്പോട്രോപ്പിയ. പിന്നെ ഒരു കണ്ണ് മേലോട്ടാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ഹൈപ്പോട്രോപ്പിയ. സോ ഇതൊക്കെ സ്ക്വിന്റിന്റെ വിവിധ തരം സബ് ടൈപ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ചാർജ് ഫ്രം ഇയർ is known as option A, otalgia, option B, otorrhea, option C, deafness, and option D, tinnitus. So the correct answer is option B, otorrhea. ഈ ഒട്ടോറിയയാണ് നമ്മുടെ ചെവിയിൽ നിന്നൊക്കെ പുറത്തോട്ട് വരുന്ന ഒരു ഫ്ലൂയിഡിനൊക്കെ ഡിസ്ചാർജ്. ഈ ഒരു കണ്ടീഷൻ ഒട്ടോറിയ എന്നാണ് പറയുന്നത്. ഒട്ടാൽജിയ ഇസ് ആക്ച്വലി ടേം ഫോർ ഇയർ പെയിൻ. ഇയറിനുണ്ടാകുന്ന ചെവിക്ക് ഉണ്ടാകുന്ന ചെവി വേദനയ്ക്കാണ് നമ്മൾ ഒട്ടാൽജിയ എന്ന് പറയുന്നത്. ഡെഫ്നെസ് പിന്നെ കേൾവി ശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുക, ഇതിനാണ് നമ്മൾ ഡെഫ്നെസ് എന്ന് പറയുന്നത്. പിന്നെ ടിന്നിറ്റസ്. ടിന്നിറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിൽ ഉണ്ടാകുന്ന ഒരു കോൺസ്റ്റന്റ് റിംഗിങ് സൗണ്ടിനാണ്, ഒരു ബസ്സിങ് അല്ലെങ്കിൽ റിംഗിങ് സൗണ്ടിന്റെ ആ ഒരു ഫീലിംഗിനാണ് നമ്മൾ ടിന്നിറ്റസ് എന്ന് പറയുന്നത്. ഡെങ്കു ഫീവർ ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ Culex mosquitoes, Anopheles mosquitoes, Aedes mosquitoes. Option A, only 2 and 3. Option B, only 1 and 3. Option C, 3. And option D, 2. ഡെങ്കു ഫീവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3, Aedes aegypti. ക്യൂലെക്സ് മസ്കിറ്റോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെസ്റ്റ് നൈൽ വൈറസ് ആണ്. പിന്നെ ആനോഫിലസ് മസ്കിറ്റോ മലേറിയ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡെങ്കു ഫീവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏഡിസ് മസ്കിറ്റോസ് ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ. Prevention of emergence or development of risk factors in population groups in which they have not appeared. അത് ഏത് പ്രിവെൻഷന്റെ ആണെന്നാണ് ചോദിച്ചത്. പ്രൈമോഡിയൽ പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ. അപ്പം പ്രിവെൻഷൻ ഓഫ് എമർജൻസ് ഓർ ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്, ഒരു പോപ്പുലേഷനിൽ റിസ്ക് ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ എമേർജ് ചെയ്യുക, ഉടലെടുക്കുക, ഇത് പൂർണ്ണമായിട്ടും പ്രിവെന്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് പ്രിവെൻഷന്റെ ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ്. പ്രൈമറി പ്രിവെൻഷന്റെ എയിം എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിൽ സ്പെസിഫിക് ഡിസീസസ് ഒരു ഇൻഡിവിജ്വൽസിൽ വരാണ്ടിരിക്കാൻ പ്രിവെന്റ് ചെയ്യും. പിന്നെ എക്സിസ്റ്റിംഗ് റിസ്ക് ഫാക്ടേഴ്സ് പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാന്നൊക്കെയാണ് പ്രൈമറി പ്രിവെൻഷന്റെ എയിം. സെക്കൻഡറി പ്രിവെൻഷനിൽ ഓൾറെഡി ഡിസീസ് വന്നു കഴിഞ്ഞു, പക്ഷേ ഡിസീസ് ആ വ്യക്തിയിൽ ഇനി എന്താണ് അധികം സീരിയസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെഷേഴ്സ് എടുക്കുക. അപ്പം അതിന്റെ എയിം എന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ആണ്. പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ എയിം ആണ് prevention of emergence or development of risk factors in population groups in which they have.
ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ. A pulmonary TB patient with bacteriological confirmed TB at the beginning of treatment who was smear or culture negative in the last month of treatment is referred to as treatment success or cured. അപ്പം ട്യൂബർക്കുലോസിസ് പൾമണറി ട്യൂബർക്കുലോസിസ് ഉള്ള പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പം ട്രീറ്റ്മെന്റിന്റെ തുടക്കത്തിൽ എന്താണ് ട്യൂബർക്കുലോസിസ് ഉണ്ടെന്ന് കണ്ടെത്തി. പക്ഷെ ട്രീറ്റ്മെന്റിന്റെ അവസാന മാസം ട്രീറ്റ്മെന്റിന് ശേഷം എന്താണ് പുള്ളിക്കാരൻ ആ വ്യക്തിക്ക് ട്യൂബർക്കുലോസിസ് ഇല്ല എന്ന് കണ്ടെത്തി. അതായത് നെഗറ്റീവ് ആണ്, ട്യൂബർക്കുലോസിസ് നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തി. അപ്പം ഈ ഒരു കണ്ടീഷനെ നമ്മളെ എന്താണ് വിളിക്കുക? ട്രീറ്റ്മെന്റ് സക്സസ്, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റഡ് ഓർ ക്യൂർഡ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്യൂർഡ് ആണ്. ട്രീറ്റ്മെന്റ് സക്സസ് എന്ന് വെച്ചാല് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ എന്താണ് വ്യക്തി ക്യൂർഡ്, അതായത് ഡിസീസ് മൊത്തം ഇല്ലാന്നും കണ്ടുപിടിച്ചു, ഓൾസോ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റും ചെയ്തു. ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന വെച്ചാല് ആ പേഷ്യന്റ് അവരുടെ ട്രീറ്റ്മെന്റ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ആ വ്യക്തിയിൽ ഡിസീസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്താലും എന്താണ് ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടാവണമെന്നില്ല. അപ്പം ഇവിടെ ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റ് മന്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം കറക്റ്റ് ആൻസർ ഇസ് ക്യൂർഡ്. ബിക്കോസ് ക്യൂർഡ് സിഗ്നിഫൈസ് ദാറ്റ് പേഷ്യന്റ് കുറച്ച് ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്തു. അതായത് ബാക്ടീരിയോളജിക്കലി കൺഫേം TB അറ്റ് ദി ബിഗിനിങ് ഓഫ് ട്രീറ്റ്മെന്റ്. അതായത് ട്രീറ്റ്മെന്റിന് തുടക്കത്തില് പുള്ളിക്കാരന് ട്യൂബർക്കുലോസിസ് ഉണ്ടെന്ന് കണ്ടെത്തി. പിന്നെ ട്രീറ്റ്മെന്റിന്റെ അവസാന മാസം നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തി. സോ ഇപ്പം ഡിസീസ് ഇല്ല. അപ്പം ഇപ്പൊ ഒരു കണ്ടീഷനിൽ ആ വ്യക്തിയിൽ ട്യൂബർക്കുലോസിസ് ഇല്ല. സോ അതിന്റെ അർത്ഥം എന്താണ്? ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആണ്, പക്ഷെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് വ്യക്തി ഇസ് ക്യൂർഡ് ഓഫ് ദി ഡിസീസ്. സോ ഇന്നത്തേക്ക് ഇത്രയും മതി. ദീസ് ആർ ഓൾ ഫ്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. 2021-ലോ 2020-ലോ ചോദിച്ച ചോദ്യങ്ങളാണ്